കേരള ചരിത്രത്തിൽ വ്യത്യസ്തമായ ചില സവിശേഷമായ പ്രശ്നങ്ങളിൽ വേറിട്ട നിലപാട് സ്വീകരിച്ച ഒരാളാണ് ടി ജി. പലപ്പോഴും അങ്ങയുടെ രാഷ്ട്രീയമായ ആഭിമുഖ്യം പുലർത്തുന്ന പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ച നിലപാട് അല്ലെങ്കിൽ അവർ സ്വീകരിക്കേണ്ടിയിരുന്ന നിലപാട് ഇതാണ് എന്ന് ജനങ്ങൾക്ക് തോന്നിക്കുന്ന മറ്റുള്ള നിലപാടുകൾ അങ്ങ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ണൂരിൽ വലിയ രാഷ്ട്രീയ സംഘടനകൾ CPM-ഉം BJP-യും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അങ്ങാണ് പറയാൻ ധൈര്യം കാണിച്ചത് CPM-ഉം BJP-യും ഒന്നിച്ചു വേണം കേരളത്തിൻ്റെ മുന്നേറ്റത്തിന് ഒരുമിക്കാൻ. അതിനകത്ത് മുസ്ലിം ലീഗിനെ പോലുള്ള സംഘടനകളെ ചേർത്താൽ പോലും ആ മുന്നണിക്ക് അത് അലങ്കാരമായിരിക്കുമെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അത് വ്യത്യസ്തമായ നിലപാടാണ്. ഞാൻ അതുപോലെ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നത് ദൈവദോഷമല്ല എന്ന നിലപാടാണ് അങ്ങ് എടുത്തത്. ഇപ്പോഴും കേരളത്തിലെ BJP-യോ RSS-ഓ തുടക്കത്തിൽ എടുത്തിരുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ അവരത് എടുക്കുന്നില്ല. മൂന്നാമത്തെ അങ്ങയുടെ വേറിട്ടൊരു നിലപാട് ഞാൻ കണ്ടത് വയനാട് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ BJP-ക്ക് രാഷ്ട്രീയമുണ്ടെങ്കിൽ വയനാട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖ നേതാക്കൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുമ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് അങ്ങ് പറഞ്ഞു. അത് അങ്ങേക്ക് മാത്രം പറയാൻ പറ്റുന്ന നിലപാടാണ്. ഈ കൂട്ടത്തിൽ ശബരിമലയെക്കുറിച്ച് തന്നെ വ്യത്യസ്തമായൊരു നിലപാട് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഞങ്ങളൊക്കെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ശബരിമലയെ നമ്മൾ ആഘോഷിക്കുന്നത് എല്ലാ മതക്കാർക്കും എല്ലാ സമുദായക്കാർക്കും പ്രവേശനമുള്ള അയ്യപ്പനും വാവരും ഒക്കെ ഒരുമിച്ച് വാഴ്ത്തപ്പെടുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ആരാധിക്കപ്പെടുന്ന എന്നൊക്കെയുള്ള ഒരു ക്ഷേത്രമായിട്ടാണ്. പക്ഷെ അങ്ങാണ് കേരള ഹൈക്കോടതിയിൽ, എനിക്ക് തോന്നുന്നു അങ്ങയുടെ പേരിൽ മാത്രമേ അങ്ങനെ ഒരു ഡോക്യുമെന്റോ ഒരു ഹർജിയോ ഉള്ളൂ. ശബരിമലയിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം നിരോധിക്കണം, അവരവിടെ വരേണ്ടതില്ല. അങ്ങ് വ്യക്തിപരമായി എനിക്ക് നന്നായിട്ട് അറിയാം, അങ്ങ് ഏതെങ്കിലും സമുദായത്തോട്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തോട് വ്യക്തിപരമായ ഒരു വിരോധം സൂക്ഷിക്കുന്നതുകൊണ്ടല്ല, നയപരമായ കാരണങ്ങളാൽ ശബരിമലയിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം നൽകാൻ പാടില്ല, അത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഒരു ഹർജി സമർപ്പിക്കുന്നത് TG മോഹൻദാസ് ആണ്. അങ്ങ് ആ സ്റ്റാൻഡിൽ ഇപ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഞാൻ അതെൻ്റെ ഒരു നിലപാടൊന്നുമല്ല സർ, അത് നാട്ടിലെ നിയമമാണ്. ആളുകൾക്ക് ഇത് അറിഞ്ഞുകൂടാ, ഞാൻ എന്ത് ചെയ്യും. 1936 ക്ഷേത്രപ്രവേശന വിളംബരം പറയുന്നത്. അതൊരു വിളംബരമാണ്, ഒരു ഡിക്ലറേഷൻ. എല്ലാ ഹിന്ദുക്കൾക്കും സവർണ ആവർണ വ്യത്യാസമില്ലാതെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശിക്കാം എന്ന് പറഞ്ഞു, കഴിഞ്ഞു. പ്രവേശിപ്പിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? വിളംബരം ഒന്നും പറയുന്നില്ല. ഡിക്ലറേഷൻ ഈസ് സൈലന്റ് ഓൺ ദാറ്റ്. ഞാൻ അമ്പലത്തിൽ പോകുമ്പോഴത്തെ എന്നെ കയറ്റുന്നില്ല, പോകുന്നു. അല്ല, മഹാരാജാവിൻ്റെ വിളംബരമുണ്ട്, ആ വിളംബരമൊക്കെ അവിടെ ഇരിക്കും, ഞാൻ നിന്നെ കയറ്റുന്നില്ല. എന്ത് ചെയ്യും? മഹാരാജാവ് പോയി, സ്വാതന്ത്ര്യം കിട്ടി, 1947 കാലം മുന്നോട്ട് പോവുകയാണ്. ഇതൊരു നിയമമല്ല, ഒരു ഡിക്ലറേഷനായിട്ട് കടലാസിൽ കിടക്കും. ഒരുപാട് ക്ഷേത്രങ്ങളിൽ അവർണർക്ക് പ്രവേശനം കൊടുത്തില്ല. രാജാവിൻ്റെ വിളംബരം നടക്കുന്നു. എൻ്റെ ഗ്രാമത്തിൽ എനിക്ക് ക്ഷേത്രപ്രവേശനം കിട്ടുന്നത് 1958-59 ഒക്കെ ആയപ്പോഴാണ്, RSS വന്നപ്പോഴാണ്. ഇവിടെ ചേർത്തലല്ലോ? അതുവരെ കിട്ടിയിട്ടില്ല. ഇല്ല. ഞാൻ 36 നിയമം, ഞാൻ ഈ കേരളത്തിൻ്റെ ജാതി വ്യവസ്ഥയിൽ അന്ന് ഞാൻ ശൂദ്രനായിരുന്നു. ഇന്ന് ഞാൻ സവർണ ബ്രാഹ്മണിക്കൽ ഹെജിമണിയുള്ളതാണ്. ഒരേ ജന്മത്തിൽ ശൂദ്രനാകാനും ബ്രാഹ്മണനാകാനും ഭാഗ്യമുണ്ടായ അപൂർവം കുറെ മനുഷ്യർ കേരളത്തിലുണ്ട്. അതിലൊരാളാണ് ഞാൻ. അത് വേറൊരു കേരളത്തിലെ ജാതി ഡൈനാമിക്സിന്റെ നമുക്ക് വേറെ ചെയ്യാം. ഐ വാസ് അൺടച്ചബിൾ ടൈം. അപ്പോൾ 1946 ആയപ്പോൾ 36 വിളംബരം 10 വർഷം കഴിഞ്ഞപ്പോൾ ചേർത്തല കാർത്യായനി ക്ഷേത്രത്തിൽ, പ്രസിദ്ധമായ ദേവീക്ഷേത്ര, ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള വലിയ ക്ഷേത്രം, ഈ ക്ഷേത്രത്തിൽ പുലയരെ കയറ്റാനായിട്ട് കുറേ ചെറുപ്പക്കാർ ക്ഷേത്രപ്രവേശനം വിളംബരം വന്നു. പക്ഷേ അവിടെ നായന്മാർ മാത്രമേ കയറുന്നുള്ളൂ, വേറെ ആരും കയറുന്നില്ല. പുലയരെ കയറ്റണമെന്ന് പറഞ്ഞിട്ട് 10-12 ചെറുപ്പക്കാരെ കൂടിയിട്ട് പുലയരെ വിളിച്ചുകൊണ്ട് വന്നു. പുലയർ വരുന്നില്ല. അവർ പറയുന്നത് ഞങ്ങളില്ല. പേടിച്ചിട്ടൊന്നുമല്ല,
അവർക്ക് വേണ്ട. ഞങ്ങൾ അവിടെ പോയാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല, വെറുതെ എന്ത് കാര്യം. അനിഷ്ടം വേണ്ട. അതെ, ഇപ്പോൾ ഒരു സെറ്റപ്പ് ഉണ്ട്, സമാധാനമായിട്ട് കഴിയുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ഷേത്രമുണ്ട്, പുലർക്ക് വേറെ ക്ഷേത്രം, ക്ഷേത്രമുണ്ടല്ലോ. ധീവരർക്ക് ക്ഷേത്രമുണ്ട്, എല്ലാവർക്കും അവരവരുടെ ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ അല്ല, രാജാവിൻ്റെ വിളംബരം അവിടെ ഇരുന്നോട്ടെ. ഇവിടെ നാട്ടിൽ മനുഷ്യർ തമ്മിൽ വഴക്ക് വേണ്ടല്ല. അല്ല, അന്നും പുലയർക്ക് സെപ്പറേറ്റ് ക്ഷേത്രമുണ്ട്. സെപ്പറേറ്റ് ക്ഷേത്രമുണ്ട്, ഇപ്പോഴും എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. KPMSൻ്റെ വകയായിട്ട്, കേരള പുലയ മഹാസഭയുടെ വകയായിട്ടുണ്ട്. അതല്ലാതെ വ്യക്തികളുടെ ട്രസ്റ്റിൻ്റെ ഒക്കെ ക്ഷേത്രങ്ങളുണ്ട്. ധീവര സഭയ്ക്കുണ്ട്. ധീവരുടെ കൂട്ടത്തിൽ ട്രസ്റ്റ്, ഫാമിലി ഒക്കെ ആയിട്ട് ക്ഷേത്രങ്ങളുണ്ട്. ജാതി ക്ഷേത്രങ്ങൾ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ഇന്ന് എല്ലാവർക്കും പ്രവേശനം കൊടുത്തു, ബട്ട് മാനേജ്മെന്റ് അവരവരുടെ കയ്യിലിരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തെ ആറ്റുകാൽ ക്ഷേത്രം ഒരു ഫാമിലി ട്രസ്റ്റ്. ഫലത്തിൽ ഇപ്പൊ ചെയ്തത് എല്ലാ ജാതിയുടെയും ക്ഷേത്രങ്ങളിൽ എല്ലാ ജാതിക്കാർക്കും കടക്കാമെന്ന് എല്ലാവർക്കും അതേ ഉള്ളൂ. ഇതാണ് വിളംബരം. പക്ഷേ ഇത് ഒരു നിയമമല്ല, ഒരു ഡിക്ലറേഷൻ, രാജാവിൻ്റെ ഡിക്ലറേഷനായിട്ട് കിടക്കും. ഇത് നിയമമാക്കിയത് 1965 കേരളത്തിലെ ഗവർണറാണ്. 65 നമുക്ക് ആർക്കും ഭൂരിപക്ഷമില്ലാതെ 65 മുതൽ 67 വരെ അസംബ്ലി ചേരാത്ത ഒരു നിയമസഭ 2 വർഷം ഗവർണർ ഭരണത്തിൽ കിടന്നു. അന്ന് ഗവർണർ AP ജെയിനാണ്, അജിത് പ്രസാദ് ജെയിനാണ്. ഉത്തർപ്രദേശുകാരനാണ്, ICSകാരനാണ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ മെമ്പറായിരുന്നു, വലിയ പ്രതിനിധിയാണ്. അങ്ങേര് ഈ ഇഷ്യൂ ഉണ്ട്, ഇപ്പോഴും പല കാരണങ്ങൾ പറഞ്ഞ് അവർണരെ ക്ഷേത്രപ്രവേശനത്തിൽ നിന്ന് തടയുന്നുണ്ട്. അവർണരാണെങ്കിൽ വഴക്കിനും പോകുന്നില്ല, വയ്യും, കയറണമെങ്കിൽ കയറേണ്ട പൈപ്പ്, ഇത്ര വലിയ കാര്യം. ഇങ്ങനെ അവരും ഉപേക്ഷിക്കുന്നു. സാർ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ട് അവർണർ ഒരിക്കലും സമരം ചെയ്തിട്ടില്ല. അവർണർക്ക് ക്ഷേത്രപ്രവേശനം കൊടുക്കണമെന്ന് പറഞ്ഞ് സവർണരാണ് മിക്ക സമരങ്ങളിലും അങ്ങനെയാണ്. ശരിയാ. മന്നത്ത് പത്മനാഭന്റെ സവർണ ജാഥ, വൈക്കം സത്യാഗ്രഹം. അല്ല, അവർണര് വൈക്കം സത്യാഗ്രഹം ക്ഷേത്രത്തിൽ കയറാനായിരുന്നില്ല, വഴിയടക്കാനാണ്. അല്ല, ഗുരുവായൂർ കയറാനായിട്ട് ഇവര് ചെയ്തിട്ടില്ല. ഗുരുവായൂരിൽ അപ്പുറത്തായില്ല. തിരുവിതാംകൂറിന്റെ കാര്യമാണ് ഞാൻ തിരുവിതാംകൂറിന്റെ കാര്യം. ഗുരുവായൂർ അപ്പുറത്തായി. അപ്പോൾ ഗുരുവായൂരിലെന്ന് ഇവിടെ 36 ക്ഷേത്രപ്രവേശനം വിളംബരം, അവിടെ 47 വന്നുള്ളൂ. മാത്രമല്ല, അതും TG പറയാൻ ശരിയാണ്, സവർണരാണ് സമരം ചെയ്തതൊക്കെ. സവർണരാണ് സമരം ചെയ്തത്. അവർണൻ അപ്പോഴും ഈ അമ്പലത്തിൽ, കാരണം അവർണന്റെ ഇതിനകത്ത് കയറിയിട്ട് എനിക്ക് എന്ത് മോക്ഷം കിട്ടാനാണെന്ന്, എനിക്ക് എൻ്റെ അമ്പലമുണ്ട്, അതാണ് കാര്യം അല്ലേ. ഇതായിരുന്നു അവരുടെ അവർക്ക് സാമൂഹികമായ തുല്യതയാണ്. അമ്പലത്തിൽ കയറുന്നത് വലിയ തുല്യതയായിട്ട് അവർ കണക്ക് കൂട്ടിയിരുന്നില്ല. എന്ത് വാങ്ങിക്കോട്ടെ, ദേവർ കമ്പാരിറ്റീവ്ലി സോഫ്റ്റ് ഓൺ ദാറ്റ്. അങ്ങനെ അവർ കയറിയില്ല. 46 ഒരു 10-12 ചെറുപ്പക്കാർ കൂടിയിട്ട് ഈ പുലയരെ പിടിച്ചാലല്ല നിങ്ങൾ കയറണം, നിങ്ങളുടെ അവകാശമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ചേർത്തലയിൽ അമ്പലക്കുളത്തിൽ കൊണ്ടുവന്ന് ഇവരെ മുക്കി പുതിയ മുണ്ട് കൊടുത്തിട്ട് കയറാന്നൊക്കെ പറഞ്ഞു കയറ്റി. ഈ 10 ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അച്ഛനായിരുന്നു. അങ്ങനെ അപ്പം അങ്ങനെ ചെയ്തു. ഒരു ദിവസം ചെയ്തു, 2 ദിവസം ചെയ്തു, പിന്നെ ദിവസവും ഇവരെ പിടിച്ചു വെച്ച് കൊണ്ടുവരാൻ പറ്റും. അത് വിട്ടു. പിന്നെ മെല്ലെ ഇപ്പം പിന്നെ നോർമലായി, എല്ലാവരും കയറാനൊക്കെ തുടങ്ങി, വർഷങ്ങളങ്ങ് കടന്നുപോയി. ഇപ്പം ഈ 65 ഇദ്ദേഹം AP ജെയിൻ ഈ നിയമം കൊണ്ടുവന്നു. കേരള ഹിന്ദു പബ്ലിക് പ്ലേസസ് ഓഫ് വർഷിപ്പ് ഓതറൈസേഷൻ ഓഫ് എൻട്രി ആക്ട് 1965. ഗവർണർ കാലത്താണ് വന്നത്. അദ്ദേഹമാണ് കൊണ്ടുവന്നത്. എന്നിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാവരെയും ജാതി വ്യത്യാസമില്ലാതെ കയറ്റണമെന്നും, കയറ്റിയില്ലെങ്കിൽ ഇന്ന ശിക്ഷയായിരിക്കുമെന്നും, ആ ശിക്ഷ ഏറ്റുവാങ്ങേണ്ട അതിൻ്റെ ഉത്തരവാദിത്വം ഇന്ന ആൾക്കായിരിക്കുമെന്നും ഒക്കെ പറഞ്ഞ് ക്ലീനായിട്ട് നിയമം പാസ്സാക്കി. ആ നിയമത്തിൻ്റെ ചട്ടം ഉണ്ടാവുമല്ലോ, റൂള്. ആ റൂൾസിൽ ഇതിന് എക്സെപ്ഷൻ ഏതൊക്കെയാണ്? എല്ലാവർക്കും കയറാമെന്ന് പറഞ്ഞു. ബട്ട് റൂൾ നമ്പർ 3A, അഹിന്ദുക്കൾ കയറിക്കൂടാ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ട്രഡീഷണലായിട്ട് സ്ത്രീകൾ കയറാത്ത സമയത്ത് കയറിക്കൂടാ. അന്ന് ഈ മെൻസ്ട്രുവേഷൻ എന്നുള്ള വാക്ക് സഭ്യമല്ല. ഇപ്പം മെൻസ്ട്രുവേഷൻ ഒന്നും സ്ത്രീകൾ വരെ പറയും, വലിയ അവകാശം. അതിൻ്റെ ടാബു അങ്ങ് പോയി. അന്ന് അങ്ങനെയല്ല. മെൻസ്ട്രുവേഷൻ നമുക്ക് പതുക്കെ സൂചിപ്പിക്കാനേ പറ്റുള്ളൂ. ആ സ്ത്രീ ഇല്ല, അവർക്കിപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റാത്ത സമയമാണ് എന്ന് പറയും. മെൻസസ് ആണെന്ന് പറയില്ല. അതൊരു അശ്ലീലമായിട്ടാണ് അന്ന് കൂട്ടിയിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം ആക്ച്വലി ഇങ്ങനെ എഴുതി 3B. 3C പകർച്ചവ്യാധിയുള്ളവർ,
കയറാൻ പാടില്ല. 3D എസ്കോർട്ട് ഇല്ലാത്ത ഭ്രാന്തന്മാർ. 3E പിച്ചതണ്ടൽ പ്രൊഫഷനായിട്ട് എടുത്തവർ കയറാൻ പാടില്ല. കയറാൻ പാടില്ല. പിന്നെ ഏതോ ഒരു ഐറ്റം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് ഈ 3B സ്ത്രീകളുടെ പറ്റിയില്ലേ, ആ സാധനമാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. ശബരിമലയിൽ കയറിക്കുമെന്ന് പറഞ്ഞിട്ട് 3A അപ്പോഴും നിലവിലുണ്ട്, അഹിന്ദുക്കൾക്ക് കയറിക്കൂടാന്നുള്ളത്. എവിടെയെന്നുള്ളതും ആ ആക്റ്റിൽ പറയുന്നുണ്ട്. ക്ഷേത്രം എന്ന് വെച്ചാൽ എന്ത്? ക്ഷേത്രം അതിൽ കിട്ട് മാത്രമല്ല, പുറത്ത് ക്ഷേത്രക്കുളം, ആല്, കോമ്പൗണ്ട്, പ്രിമൈസ്. ആ പ്രിമൈസ് എന്താണെന്ന് കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. ആ നിർവചനം നോക്കിക്കഴിഞ്ഞാൽ പമ്പയ്ക്കപ്പുറത്തേക്ക് ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ പോകാൻ പറ്റില്ല. അപ്പം ഞാൻ റേസ് ചെയ്തത് ഈ ആക്ട് എൻഫോഴ്സ് ചെയ്ത് കിട്ടണം എന്നാണ്. കാരണം അന്ന് ഈ ബഹളം നടക്കുമ്പോൾ ശബരിമലയിൽ യുവതികൾ കയറണം എന്ന അഭിപ്രായം ഉണ്ടായിട്ട് പോലും അന്ന് കയറാൻ പോയ യുവതികളാരാ? രഹ്ന ഫാത്തിമ, നോട്ട് എ ഹിന്ദു. സാർ നോക്ക്, ഈ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞുള്ള സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിൻ്റെ ഓപ്പറേറ്റീവ് പാർട്ടിൽ 6 തവണ ഹിന്ദു വിമൻ എന്നാണ് പറയുന്നത്. വിമൻ എന്ന് മാത്രമല്ല, ഹിന്ദു വിമൻ എന്നാണ് പറയുന്നത്. മെയിൻ ബോഡിയിൽ 1 തവണ ഹിന്ദു വിമൻ എന്ന് പറയുന്നു, ഓപ്പറേറ്റീവ് പാർട്ടിൽ 6 തവണ ഹിന്ദു വിമൻ എന്ന് പറയുന്നു. അങ്ങനെ മൊത്തം 7 സ്ഥലത്ത് ഹിന്ദു വിമൻ ആ ജഡ്ജ്മെൻറ്റിലുണ്ട്. ബട്ട് ഈ കയറാൻ പോയ ആരും ഹിന്ദു വിമനല്ല. രഹ്ന ഫാത്തിമ, വേറൊരു അർത്തുങ്കലുകാരി ലൂസി, വേറൊരു പണ്ട് BBC റിപ്പോർട്ടറൊക്കെ ആയിരുന്ന അനിത എന്നവരുടെ പേര്, പക്ഷേ അവർ ക്രിസ്ത്യാനിയാണ്. പിന്നെ ഒരു സ്ത്രീ കൂടെ. ഈ 4 പേരും ഹിന്ദുക്കളല്ല. അപ്പം അതുകൊണ്ട് ഞാൻ കോടതിയിൽ പറഞ്ഞു, ഇവർ ഹിന്ദുക്കളല്ല, അതുകൊണ്ടാണ് ഈ ബഹളം നടക്കുന്നത്. അപ്പം അന്ന് കെ. സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്ത് കെ. സുരേന്ദ്രന് ജാമ്യം വേണം. അപ്പോൾ വെളുപ്പിനെ ശ്രീധരൻപിള്ള പറഞ്ഞു, എൻ്റെ ഓഫീസിൽ അർജൻറ്റായിട്ട് വരണം. ഞാൻ എറണാകുളത്ത് വന്നു. അപ്പോൾ എന്ത് ചെയ്യും, സുരേന്ദ്രനെ എങ്ങനെയെങ്കിലും ഇറക്കിയേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, ഈ സുരേന്ദ്രൻ ചെയ്ത സമരം കോടതി വിധിക്ക് അനുകൂലമായ സമരമാണ്. കാരണം അഹിന്ദുക്കളായ സ്ത്രീകൾ ഈ ജഡ്ജ്മെൻറ്റിൻ്റെ മറവിൽ ക്ഷേത്രത്തിൽ കയറാൻ ശ്രമിച്ചു. സുരേന്ദ്രൻ്റെ ആൾക്കാരും തടഞ്ഞു. അതിൻ്റെ നേതാവായിരുന്നു സുരേന്ദ്രൻ. അതുകൊണ്ട് കോടതി വിധിക്ക് അനുകൂലമായിട്ട് നിന്ന കുറ്റത്തിനാണ് ഇയാളുടെ പേരിൽ കേസ് ചുമത്തിയിരിക്കുന്നത്. ഏതായാലും അത് നമുക്ക് പരിശോധിക്കാം, തൽക്കാലം ജാമ്യം കൊടുക്കണം. ഇങ്ങനെ വാദിക്കും. ശ്രീധരൻപിള്ള എന്നോട് പറഞ്ഞു, മോഹൻദാസിന് വാദിക്കാമോ? ഞാൻ പറഞ്ഞു, ഞാൻ വാദിക്കാം, പക്ഷെ ജാമ്യം കിട്ടില്ല. കാരണം എനിക്ക് LLB, ഞാൻ 2017 LLB എടുത്തത്. 18 ഈ സംഭവം. ഒറ്റ വർഷത്തെ സർവീസുള്ള ഒരു വക്കീൽ പ്രായം കൂടുതലാണെങ്കിൽ പോലും ജഡ്ജിമാരെ ഷൈൻ ചെയ്യണം. കാരണം സുരേന്ദ്രന് ജാമ്യം വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ വക്കീലെന്ന് ആഘോഷിക്കപ്പെടും. തീർച്ചയായിട്ടും ആ സമയത്ത് കേസ് മതി. അപ്പം ആ ഒരു ഈഗോ വർക്ക് ചെയ്യും. ഇപ്പോൾ ജഡ്ജിമാർ വിചാരിക്കും അങ്ങനെ ഇപ്പോൾ സൂചിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കും. പിന്നെ രാംകുമാർ സാറാണ് ജാമ്യം എടുത്ത് കൊടുത്തത്. അത് ഈ വാദം വെച്ചിട്ടല്ല. കാരണം രാംകുമാർ സാർ ബേസിക്കലി ഈ വാദത്തിൽ കൺവിൻസ്ഡ് ആയിരുന്നില്ല. അതുകൊണ്ട് സാർ പറഞ്ഞു, നിങ്ങൾക്ക് ജാമ്യം കിട്ടിയാൽ മതിയല്ല. മോഹൻദാസിൻ്റെ പോയിന്റ് ഞാൻ പറയണം, അത് വേണ്ട, ഞാൻ പറയാം, ഞാൻ വാദിക്കാൻ, ഞാൻ ജാമ്യം വാങ്ങിച്ചു തരാം, ജാമ്യമാണല്ലോ വേണ്ടത്. അങ്ങനെ ശരി സാർ എന്ന് പറഞ്ഞു. അങ്ങനെ സുരേന്ദ്രന് ജാമ്യം കിട്ടി. ആദ്യത്തെ തവണ കിട്ടിയില്ല, സെക്കൻഡ് ടൈം കിട്ടി, സ്ട്രിഞ്ചന്റ് കണ്ടീഷൻ. അപ്പോൾ ഇതാണ് എൻ്റെ കേസ്. അപ്പോൾ ഞാൻ കോടതിയിൽ പറഞ്ഞു, ഇത് എൻഫോഴ്സ് ചെയ്ത് കിട്ടണം എന്ന് പറഞ്ഞു. കോടതിക്ക് ദേഷ്യം വന്നു. കോടതി ഹർജി വലിച്ചെറിഞ്ഞു. നിങ്ങൾക്ക് മതേതരത്വം എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞ് PR രാമേന്ദ്രമേനോൻ പുള്ളി ഒരു പ്രസംഗമൊക്കെ നടത്തി. എന്നിട്ട് പറഞ്ഞു, ഈ കേസ് വിഡ്രോ ചെയ്യുന്നുണ്ടോ? എൻ്റെ വക്കീൽ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ വിഡ്രോ ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ച് ചെയ്തു. അപ്പോൾ അദ്ദേഹം അത് മാറ്റി വെച്ചു. പിന്നീട് 2 വർഷം കഴിഞ്ഞപ്പോൾ അത് ബെഞ്ചിൽ വന്നു. അന്ന് അടുത്ത ജഡ്ജി റിക്യൂസ് ചെയ്തു. ഇതൊരു കോടാലിയാണെന്ന് മനസ്സിലാക്കിയിട്ട് പുള്ളി റിക്യൂസ് ചെയ്തു. അങ്ങനെ കിടക്കുമ്പോഴാണ് ഇവർ സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷനൊക്കെ ഫയൽ ചെയ്ത് പരാമർശിക്കുന്നത്. അവർക്ക് ഈ ആക്ട് ഒരു കണ്ടകോടാലിയാണ്, ഇതിൻ്റെ 3B ആണ് എടുത്ത് കളഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആക്ട് തന്നെ ശബരിമലയ്ക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് അവർ വാദിച്ചു. ആ വാദം 9 അംഗ ബെഞ്ചിന് വിട്ടു തീർപ്പാക്കാനായിട്ട്. അപ്പോൾ ഫലത്തിൽ ഞാനിവിടെ റേസ് ചെയ്ത ഇഷ്യൂ ഇപ്പോൾ ഇൻഡയറക്ട്ലി 9 അംഗ ബെഞ്ചിൻ്റെ മുമ്പിൽ കിടക്കുന്നുണ്ട്. അല്ലേ? ഏത് വർഷമായിരുന്നു TG അത് ഉന്നയിച്ചത്? ഏത് കൊല്ലാതെ? 2018 സെയിം ഇഷ്യൂ വന്ന സമയത്ത്.
അപ്പം അവര് പിന്നെ ഇതിന് റിവ്യൂ പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ ടി.ജിയുടെ ഹർജി കൂടിയാണ് ഇപ്പൊ ഈ 9-അംഗ ബെഞ്ചിന്റെ മുമ്പിൽ. അതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഈ ആക്ട് ശബരിമലയ്ക്ക് ബാധകമാണോ ഇല്ലയോ എന്ന് പരിശോധിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം ഇവർക്ക് ഈ ഈ സ്വന്തം സമുദായത്തിലെ സ്ത്രീകളെ തടയാനുള്ള വെപ്രാളത്തിൽ അന്യ സമുദായത്തിലെ ആളുകൾ കയറിയാലും വേണ്ടില്ല, സ്വന്തം സമുദായത്തിലെ യുവതികളെ കയറ്റിയില്ല എന്നുള്ള സ്ഥിതി വരും. അതെ 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 സാർ നമുക്ക് മഹാഭാരതത്തിൽ പാഞ്ചാലി വസ്ത്രാക്ഷേപം നടക്കുന്നു. ദുശാസനാണ് ചെയ്യുന്നത്. അയാളുടെ ചേട്ടത്തിയമ്മയുടെ തുണിയാണ് അയാൾ അഴിക്കുന്നത്, ഇല്ലേ? ദുശാസൻ. ശരിയാണ്. ആരെ തോൽപ്പിക്കാൻ? ചേട്ടന്മാരെ തോൽപ്പിക്കാൻ. ചേട്ടന്മാരെ തോൽപ്പിക്കാനായിട്ട് ചേട്ടത്തിയമ്മയുടെ തുണി വരെ പറിക്കും ആൾക്കാർ. ഇതുപോലെ കേസ് ജയിക്കാനായിട്ട് സ്വന്തം സമുദായം മുടിഞ്ഞു പോയാലും വേണ്ടിയില്ല, അന്യ സമുദായക്കാർ ക്ഷേത്രത്തിൽ കയറിയാലും വേണ്ടിയില്ല, സ്വന്തം സമുദായത്തിലെ പെൺകുട്ടികളെ കയറാൻ സമ്മതിക്കില്ല. ഈ രീതിയിലേക്ക് മനസ്സിലാക്കുന്നത് കേസിന്. ഇപ്പോൾ ടി.ജി പറഞ്ഞു വന്നപ്പോൾ ഇതിനകത്തെ നമ്മുടെ ഈ ഒരു സെക്യുലർ ക്യാമ്പയിൻ്റെ ഒരു ഹിപ്പോക്രസി ഉണ്ടല്ലോ. ഹിന്ദു എന്ന് ആവർത്തിച്ച് പറഞ്ഞ ഹിന്ദുക്കളല്ലാത്തവർക്ക് പ്രവേശനം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു വിധിയുടെ കൂടെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇതിൽ ഇത് അടിയിലുള്ള ക്ലോസ് റദ്ദാക്കണം എന്ന് സുപ്രീം കോടതിയെ ആണയിട്ടുകൊണ്ട് പിടിച്ച് ഇവിടെ നടപ്പാക്കാൻ നടക്കുമ്പോൾ ആദ്യത്തെ ക്ലോസ് അവഗണിക്കുകയാണ്, മിണ്ടാതിരിക്കുകയാണ്. സാർ, കേസിന്റെ പ്രശ്നം ഇതാ. എന്തുകൊണ്ടാണ് ഞാൻ ശബരിമല പ്രശ്നത്തിൽ യുവതികളെ കയറ്റണം എന്ന് പറഞ്ഞു അത് എനിക്കും സുപ്രീം കോടതി പോകാമായിരുന്നു. ഞാൻ പോകാഞ്ഞത് ഈ നമ്മൾ സമുദായത്തിനുള്ളിലെ കേസ് ഫൈറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതേ ശത്രുത എൻ്റെ മനസ്സിലും വരും. കാരണം 1-2 അവധി കഴിയുമ്പോൾ പിന്നെ അറ്റ് എനി കോസ്റ്റ് കേസ് ജയിക്കുക എന്നുള്ള വാശി വരും. അപ്പോൾ സ്വന്തം ചേട്ടത്തിയമ്മയുടെ തുണി അഴിക്കും കേസ് ജയിക്കാൻ. ഇതാണ് ദുശാസനൻ ചെയ്തത്. അങ്ങനെ ചെയ്ത് ഞാനും ദുശാസനായിട്ട് മാറും. ഞാൻ ദുശാസനായിട്ട് മാറാതെ മാറി നിൽക്കുന്നത് ഈ കേസിൽ ഞാൻ തലവയ്ക്കാത്തതുകൊണ്ടാണ്. കേസിൽ തലവെച്ചവരെല്ലാം ബുദ്ധക്ഷേത്രമാണെന്ന് വാദിച്ചിട്ടുണ്ട്. അല്ല, അതെ അതെ. പക്ഷേ എന്തായാലും ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ അവസാനമായിട്ട്. ഈ 9-അംഗ ബെഞ്ച് തീരുമാനം എടുക്കാൻ പോകുന്നത് സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട അതാണല്ലോ ഇപ്പോൾ തർക്കമുള്ളത്. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള നിയമപ്രകാരം തന്നെ അഹിന്ദുക്കൾക്ക് പ്രവേശനം പാടില്ല സാർ, പാടില്ല. അത് ഉന്നയിക്കാമല്ലോ. ഞാൻ ഇപ്പോൾ KT ജലീൽ ശബരിമലയിൽ പോയത് നിയമവിരുദ്ധമാണ്. ജേക്കബ് തോമസ് ശബരിമലയിൽ പോയത് നിയമവിരുദ്ധമാണ്. യേശുദാസ് പോയത് നിയമവിധേയവുമാണ്. കാരണം യേശുദാസ് 1975 തന്നെ ഹൈക്കോടതി വിധി വാങ്ങിച്ചിട്ടുണ്ട്. യേശുദാസ് പത്രപരസ്യം കൊടുത്തു, ഞാൻ ഹിന്ദുവും കൂടെയാണ് എന്ന് പറഞ്ഞു. ഓ അത് ശരി, ഹിന്ദുവായി മാറിയിട്ടുണ്ടായാലും പരസ്യപ്പെടുത്തി. ഹിന്ദുവും കൂടെയായി, ക്രിസ്ത്യാനി ആയിട്ടില്ല. അന്ന് ഹൈക്കോടതി പറഞ്ഞു അത് മതി. കാരണം ഹിന്ദുവിൻ്റെ തത്വം അനുസരിച്ച് ഒരാൾ പള്ളിയിൽ പോകുന്നതിൽ തടസ്സമില്ല. തടസ്സം ഉണ്ടാവേണ്ടത് പള്ളിക്കാർക്കാണ്. അവർ കോടതിയിലോട്ട് വന്നിട്ടുമില്ല. കോടതിയിൽ വന്നിരിക്കുന്നത് സത്യത്തിൽ അതൊരു ഒരു ഇന്ത്യൻ നിലപാടാണ് അല്ലേ യേശുദാസ് എടുത്ത നിലപാട്. അതെ, നിങ്ങൾ ബൈ ബർത്തോ ബൈ പ്രാക്ടീസോ മുസ്ലിം ആകട്ടെ ക്രിസ്ത്യാനി ആവട്ടെ, ഞാൻ ആസ് എൻ ഇന്ത്യൻ ഞാൻ ഹിന്ദുവും കൂടിയാണ്. ആ നിലപാട് കുറെ കൂടി അല്ലേ. ഇതിലും സിമ്പിളാണ്. വടക്കോട്ട് പോയി കഴിഞ്ഞാൽ തിരുപ്പതി ക്ഷേത്രത്തിൽ സാറിന് കയറണമെങ്കിൽ ഞാൻ ഹിന്ദുവാണെന്ന് എഴുതി കൊടുക്കണ്ട, എനിക്ക് ഈ തിരുപ്പതി മൂർത്തിയിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് എഴുതി കൊടുത്താൽ മതി. അങ്ങനെ ഒരു കണ്ടീഷൻ മതി എല്ലാ ക്ഷേത്രങ്ങളിലും അല്ലേ. സോമനാഥ ക്ഷേത്രത്തിൽ അങ്ങനെയാണല്ലോ അഹമ്മദ് പട്ടേലൊക്കെ കയറിയത്. ഈ ആരൊക്കെയോ കയറിയിരുന്നു. അവിടെ രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്ററിൽ തിരുപ്പതിയിൽ ഇന്ദിരാഗാന്ധി വന്നു, പ്രധാനമന്ത്രിയായിരുന്നു. തിരുപ്പതിക്കാർ പറഞ്ഞു പാഴ്സിയാണ്, മറ്റേ ഖണ്ഡിയുടെ ഭാര്യയാണ്, ഫിറോസ് ഖണ്ഡിയുടെ, പാഴ്സിയാണ്, ഹിന്ദുവല്ല. അപ്പോൾ എന്ത് ചെയ്യും? രജിസ്റ്ററിൽ ഒപ്പിടണം, എനിക്ക് ഈ വെങ്കടാചലപതിയിൽ വിശ്വാസമുണ്ടെന്ന് ഒപ്പിടണം. പ്രധാനമന്ത്രിയാണ്, ഞങ്ങൾ അപമാനിക്കുകയില്ല, പ്രധാനമന്ത്രി വരിക, പൂർണ്ണകുംഭം നൽകി ഞങ്ങൾ സ്വീകരിക്കും. തൊട്ടടുത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ വിടർത്തി വെച്ച രജിസ്റ്ററും തുറന്നു വെച്ച പേനയുമായിട്ടുണ്ടാവും. ഒപ്പിട്ടോളൂ. ജസ്റ്റ് അതിങ്ങനെ ഒന്ന് വരയ്ക്കുക, കയറിക്കോളൂ. അങ്ങനെയാണ് കയറിയതെന്ന്. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി കയറിയത്. അവരെ എംബ്രാസ് ചെയ്തില്ല, കാരണം പ്രധാനമന്ത്രിയാവില്ല. എല്ലാം റെഡിയാക്കി വെച്ചു. ഇതാണ് ബുക്ക്, ഒപ്പിച്ചു, പൂർണ്ണകുംഭം വാങ്ങിച്ചു, പിന്നെ പ്രസാദമായി നേരെ അകത്തേക്ക്. ദിസ് ഇസ് ഹൗ ദേ ഡിഡ് ഇറ്റ്. എന്തായാലും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വളരെ മൗലികമായ എന്നാൽ ഇന്ത്യയിലെ സാംസ്കാരികമായി
വളരെ ഗൗരവമായ ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ടി ജി. ഈ കോലാഹലങ്ങൾക്കിടയിൽ പലരും വേണ്ട വിധം ഞാൻ സാർ പേഴ്സണലി ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ക്ഷേത്രത്തിൽ കയറുന്നത് അതിന് വിരുദ്ധമൊന്നുമല്ല. ഞാൻ പറയുന്നത് എക്സിസ്റ്റിംഗ് നിയമം ഇതാണ്, അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ആ നിയമം തെറ്റാണെങ്കിൽ നിങ്ങൾ മാറ്റിക്കോളൂ, എനിക്ക് വിരോധമില്ല. 2006 രാഷ്ട്രീയ സ്വയംസേവക സംഘം ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. വിശ്വാസികളാണെങ്കിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണം. ഓ, ഈ വടക്കേ വളരെ ബ്രോഡായ വിശ്വാസം ഉണ്ടായാൽ മതി. അയാൾ പറയണ അയാൾ ആന്റി റിലീജിയസോ അല്ലെങ്കിൽ അല്ലെ എത്തിസ്റ്റോ ഒന്നും ആവരുത്. അല്ല, എത്തിസ്റ്റിനും കയറാം, അങ്ങനെയും കയറാം. അതല്ലേ രസം സാർ. ഇതിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം പാടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്, അവിശ്വാസികൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടില്ല. അത് ശരി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിണറായി വിജയന് കയറാം, അവിശ്വാസിയാണ്. KT ജലീലിന് കയറാൻ പാടില്ല, അഹിന്ദുവാണ്. അതാണ് അതിന്റെ ഡിഫറൻസ് അല്ലേ? ഇതെന്തായാലും വളരെ കൗതുകമുള്ള ഒരു വിഷയമുണ്ട്. നിയമം ഇങ്ങനെയാണ്. ഇനി ആ നിയമം തെറ്റാണെങ്കിൽ നിങ്ങൾ നിയമം മാറ്റിക്കോളൂ, ഞാനും ചേരാം. പക്ഷെ നിയമം ഉള്ളിടത്തോളം കാലം അത് പാലിക്കണം. എന്തായാലും ഞാൻ ഈ ഡിസ്കോഴ്സ് ചർച്ചയ്ക്ക് എടുത്തത് തന്നെ ഇതുകൊണ്ടാണ് ശ്രീജി. അത് ഗൗരവമുള്ള നമ്മുടെ ഈ ആളുകളുടെ സെൻസേഷൻ്റെ ഇടയിൽ ഗൗരവമുള്ള ചില വിഷയങ്ങൾ ആളുകൾ കാണാതെ പോകുന്നുണ്ട്. അത്തരം ചില ഇഷ്യൂസ് TG റേസ് ചെയ്തിട്ടുണ്ട്. ആളുകൾ ഇനി ശ്രദ്ധിക്കട്ടെ, അത്തരം വിഷയങ്ങളിലേക്ക് ചർച്ച വരട്ടെ. ഇനി മാത്രമല്ല, ഇന്ത്യയിൽ വ്യാപകമായി ഒരു ക്ഷേത്രത്തിലും ഇത്തരം ഈ തടസ്സങ്ങളും ഇഷ്യൂസും ഇല്ലാത്ത രീതിയിലേക്കുള്ള ഒരു കൾച്ചറൽ നമ്മൾ എന്തായാലും പറയും പെരുമാറ്റച്ചട്ടം, ഒരു സാംസ്കാരിക പെരുമാറ്റച്ചട്ടം ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിലും ബോധ്യത്തിലും രീതിയിലും ലൈഫിലും ഒക്കെ വരേണ്ടതുമാണ്. അത്തരം ആലോചനകൾക്ക് തുടക്കം കുറിക്കാൻ TGയുടെ ഈ ഒരു ചർച്ചയും TG ഇപ്പോൾ സുപ്രീം കോടതി വരെ എത്തി നിൽക്കുന്ന TGയുടെ ഹർജിയും ഒക്കെ കാരണമാകട്ടെ എന്നാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും ഞാൻ അക്കാര്യത്തിൽ ശുഭാപ്തി വിശ്വാസിയാണ്. ആളുകൾ ഗൗരവമായിട്ട് കാണും. പ്രത്യേകിച്ച് TGയെ പോലുള്ള അഭിപ്രായങ്ങളെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഗൗരവമായിട്ടാണ് TG പറയുക എന്നുള്ളതുകൊണ്ടും സിൻസിയറാണ് എന്നതുകൊണ്ടും. നന്ദി TG. റൈറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.